അപ്പോൾ യഥാർത്ഥത്തിൽ കൃപാസനം പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റെന്തെങ്കിലുമാണോ? ധാരാളം കമൻറ്റുകൾ ഞാൻ സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടു. അത് ഈ വീഡിയോയുടെ ഭാഗമായി ചേർക്കാം. അതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ടത് ഏകരക്ഷകനിലാണ്. അതിൽ കൂടുതൽ മരിയഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഉചിതമാണോ? ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വത്തിക്കാൻ ലോകമെമ്പാടുമുള്ള 140 കോടി അംഗങ്ങളുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. സഭയുടെ രേഖകൾ തന്നെ പറയുന്നു. അവർക്കാകെ നൽകുന്ന നിർദ്ദേശം സഹരക്ഷക എന്നൊരു ശീർഷകം, എന്നൊരു വിശേഷണം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ത്രിയേക ദൈവത്തിനാണ് പ്രാധാന്യം. ഏകരക്ഷകൻ ക്രിസ്തുവാണ്. അതാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ മാർഗം. അതിനും അപ്പുറത്തേക്ക് അനാവശ്യമായി ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുക വഴി, ശീർഷകങ്ങൾ നൽകുക വഴി ആശയക്കുഴപ്പം വിശ്വാസികളിൽ ഉണ്ടാവുകയും ഒരർത്ഥത്തിൽ പാഷണ്ഡത എന്ന് പറയും പലയിടങ്ങളിലും പ്രചരിക്കാൻ ഇടയാവുകയും ചെയ്യും. അത് നേരത്തെ ഈസ്റ്റേൺ തിയോളജിയിൽ ഈ കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഉണ്ടായിരുന്നതാണ്. പക്ഷെ പല കാലങ്ങളിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ കൃപാസനത്തിൻ്റേത് ഞാനൊരു പോപ്പുലറായ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. എന്താണ് അവരുടെ വിശദീകരണം എന്നറിയാൻ യഥാർത്ഥത്തിൽ താല്പര്യവുമുണ്ട്. ഒരർത്ഥത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും അകത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ള സംഭാഷണങ്ങളിലുമൊക്കെ ഈ തീരുമാനങ്ങൾ തുടർന്ന് അങ്ങോട്ടേക്ക് വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കാൻ പോകുന്ന ഒന്നാണ്. അടിസ്ഥാനപരമായി വിശ്വാസം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷേ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നു. അതായത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധനം എന്നത് രേഖയാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾക്കായാലും ഡിക്കാസ്ട്രി ഏതായാലും ഇങ്ങനൊരു രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി സഭ വരുത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും, ഇപ്പോൾ കൃപാസനമായിക്കോട്ടെ മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം പ്രാർത്ഥനകളിൽ അനഭിലഷണീയമായ പ്രവണതകളുണ്ട് എന്ന വിമർശനത്തിന് അവരുടെ മറുപടി എന്താണ്? അത്തരം വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം എന്ന് കരുതുകയാണ്. ഏതായാലും കത്തോലിക്കർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഒരു രേഖ, ആശയക്കുഴപ്പം നീക്കുന്ന ഒരു രേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്.